പാലാ നഗരസഭ അവിശ്വാസ പ്രമേയം ഉടൻ ചർച്ചയ്ക്കെടുക്കും. അവിശ്വാസ പ്രമേയത്തെ പിന്തുണയ്ക്കുമെന്ന LDF അംഗങ്ങൾ. പ്രമേയത്തിൽ നിന്ന് ചെയർമാനും 2 കൗൺസിലർമാരും വിട്ടുനിൽക്കുന്നു. മുന്നണി ധാരണ പ്രകാരം കാലാവധി പൂർത്തിയാക്കിയ ചെയർമാൻ രാജിവെക്കണമെന്ന് 14 കൗൺസിലർമാർ കത്ത് നൽകിയിരുന്നു. മിഥുൻ അയ്യപ്പൻ ചേരുന്നു. മിഥുൻ, പാലാ നഗരസഭ അവിശ്വാസ പ്രമേയം ഉടൻ ചർച്ചയ്ക്കെടുക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. പക്ഷേ പ്രമേയത്തിൽ നിന്നും ചെയർമാനും 2 കൗൺസിലർമാരും വിട്ടുനിൽക്കുന്നതിൽ എന്തെങ്കിലും തരത്തിലുള്ള ആശയക്കുഴപ്പം നിഴലിക്കുന്നുണ്ടോ? ചെയർമാൻ വിട്ടുനിൽക്കുന്നത് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ആശുപത്രിയിൽ അഡ്മിറ്റ് ആയിരിക്കുന്നത്. പക്ഷേ അത് ഒരു തിരക്കഥയുടെ ഭാഗമാണ് എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത്. ഭരണകക്ഷി അംഗങ്ങളടക്കം അക്കാര്യമാണ് ഉന്നയിക്കുന്നത്. പക്ഷേ ഇപ്പോൾ പ്രതിപക്ഷത്തെ പിന്തുണയ്ക്കുന്ന സ്വതന്ത്ര കൗൺസിലറാണ് ഇന്നൊരു അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നിട്ടുള്ളത്. ആ അവിശ്വാസ പ്രമേയത്തെ പിന്തുണയ്ക്കുമെന്ന് ഇപ്പോൾ LDF അംഗങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നു. അതായത് UDFന്റെ പിന്തുണയ്ക്കുന്ന സ്വതന്ത്ര കൗൺസിലർ കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയത്തെ സ്വന്തം ചെയർമാനെതിരെയുള്ള നഗരസഭ അധ്യക്ഷനെതിരെയുള്ള പ്രമേയത്തെ UDF പിന്തുണയ്ക്കുമെന്ന് ഇപ്പോൾ UDF അംഗങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നു. മുന്നണിയിലെ ധാരണ പ്രകാരം 2 വർഷമായിരുന്നു. മുന്നണിയിലെ ധാരണ പ്രകാരം കാലാവധി പൂർത്തിയാക്കിയിരുന്നു. നിലവിലെ നഗരസഭ അധ്യക്ഷനായിട്ടുള്ള ഷാജി വി തുരുത്തൻ കാലാവധി പൂർത്തിയാക്കിയിരിക്കുന്നു. രാജിവെക്കണമെന്ന് മുന്നണി ആവശ്യപ്പെട്ടിട്ടും പലപ്പോഴായി രാജിവെക്കാതെ തുടരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഇതിനെതിരെ മുന്നണി അംഗങ്ങൾ ഏതാണ്ട് 14 അംഗങ്ങൾ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് കഴിഞ്ഞ ദിവസം ഒരിക്കൽ കൂടി ഈ ആവശ്യം ഉന്നയിക്കുകയും ചെയർമാന് രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് മുന്നണി തീരുമാനപ്രകാരം രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് കത്ത് നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇങ്ങനെയൊരു അവിശ്വാസ പ്രമേയം കൊണ്ടുവരാനുണ്ടായ കാരണം എന്ന് പറയുന്നത്, ഒരു തവണ അവിശ്വാസ പ്രമേയം കൊണ്ടുവരികയാണെങ്കിൽ ഇനി 6 മാസത്തേക്ക് മറ്റൊരു അവിശ്വാസ പ്രമേയത്തിന്റെ സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ ഈ മുന്നണി തീരുമാനത്തെ ലംഘിച്ചുകൊണ്ട് ചെയർമാനായിട്ടുള്ള ഷാജി വി തുരുത്തനെ ഇനിയുള്ള 6 മാസം കൂടി, ശേഷിക്കുന്ന മാസങ്ങൾ കൂടി ചെയർമാനായി തുടരാൻ സാധിക്കും. അതിനു വേണ്ടിയുള്ള ഒരു നീക്കമാണ് ഷാജി വി തുരുത്തൻ നടത്തിയത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ UDF ഈ സമയത്ത് ഈ കൊണ്ട് ഇത്തരത്തിൽ അവിശ്വാസ പ്രമേയം കൊണ്ടുവന്ന് അവിശ്വാസത്തിൽ നിന്ന് വിട്ടുനിൽക്കാനാണ് സാധ്യത എന്നാണ് ഭരണകക്ഷി അംഗങ്ങൾ വ്യക്തമാക്കുന്നത്. അവരുടെ ഈ രാഷ്ട്രീയ പോരാട്ട നാടകം വെളിച്ചത്ത് കൊണ്ടുവരാൻ, അതുപോലെ തന്നെ നേരത്തെ മുന്നണിയുടെ ധാരണ പ്രകാരം നിലവിലുള്ള പ്രസിഡന്റിനെ, ചെയർമാനെ പിന്തുണയ്ക്കുന്നതിനും വേണ്ടി ഈ സ്വതന്ത്ര കൗൺസിലർ കൊണ്ടുവന്നിട്ടുള്ള ഈ അവിശ്വാസത്തെ പിന്തുണയ്ക്കും. 14 അംഗങ്ങൾ പിന്തുണയ്ക്കുന്നതുകൂടി ഈ അവിശ്വാസം പാസ്സാകും എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരുപക്ഷെ UDF ഈ അവിശ്വാസത്തെ പിന്തുണയ്ക്കില്ലെങ്കിൽ കൂടിയും LDF അംഗങ്ങൾ പിന്തുണച്ചുകൊണ്ട് ചെയർമാനെതിരെ ഈ അവിശ്വാസം പ്രമേയം പാസ്സാവാൻ തന്നെയാണ് സാധ്യത. ഇപ്പോൾ അവിശ്വാസ പ്രമേയത്തിന് വേണ്ടിയിട്ടുള്ള യോഗം ചേർന്ന് കഴിഞ്ഞ് യോഗം പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. UDF അംഗങ്ങൾ ഈ പ്രമേയത്തിൽ വോട്ടിങ്ങിൽ നിന്ന് വിട്ടുനിൽക്കുമോ എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ അറിയാണ്ടിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ ഇത് സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങൾ ലഭ്യമാകും. ഒരുപക്ഷെ അവിശ്വാസ പ്രമേയം പാസ്സാവുകയാണെങ്കിൽ അടുത്ത ചെയർമാൻ തെരഞ്ഞെടുപ്പിൽ LDF അംഗങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന സ്ഥാനാർത്ഥി തന്നെ വിജയിക്കാൻ തന്നെയാണ് സാധ്യത എന്നാണ് നിലവിലെ കക്ഷി നില വെച്ച് കൗൺസിലർമാരുടെ എണ്ണം സംബന്ധിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ഇപ്പോൾ ഒരു അവിശ്വസനീയമായ അല്ലെങ്കിൽ ഒരു UDFനെ പിന്തുണയ്ക്കുന്ന സ്വതന്ത്ര കൗൺസിലർ കൊണ്ടുവന്ന ഒരു അവിശ്വാസ പ്രമേയത്തെ LDF അംഗങ്ങൾ പിന്തുണയ്ക്കാൻ പോകുന്നു എന്നുള്ള ഒരു കാഴ്ചയാണ് ഇപ്പോൾ പാലാ നഗരസഭയിൽ കാണാനാകുന്നത്. ശരി, മിഥുനാണ് വിവരങ്ങൾ നൽകിയത്.